നമസ്തേ. കഴിഞ്ഞ ദിവസം ഗുരുവായൂർ ക്ഷേത്രത്തിലെ അന്നലക്ഷ്മി ഹാളിൽ നടന്ന ഒരു ഉദ്ഘാടന പരിപാടിക്കിടെ ഗുരുവായൂർ MLA NK അക്ബർ ഹാളിൽ പ്രവേശിച്ചതുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ ഉയരുന്നു. ഗുരുവായൂരിലെ ക്ഷേത്രാചാരങ്ങളും നിലവിലുള്ള ക്രമങ്ങളും സംബന്ധിച്ച ചർച്ചകൾക്ക് വഴിവെച്ചാണ് അന്നലക്ഷ്മി ഹാളിലെ പ്രവേശനവുമായി ബന്ധപ്പെട്ട സംഭവം ശ്രദ്ധയിൽപ്പെടുന്നത്. ഗുരുവായൂർ കൃഷ്ണക്ഷേത്രത്തിലെ പ്രസാദൂട്ട് നടക്കുന്ന അന്നലക്ഷ്മി ഹാളിലാണ് കഴിഞ്ഞ ദിവസം ഉദ്ഘാടന ചടങ്ങിനായി MLA NK അക്ബർ പ്രവേശിച്ചത്. സാധാരണയായി ഈ ഹാളിൽ ഇതര മതസ്ഥരുടെ പ്രവേശനം അനുവദിക്കാറില്ലെന്നതാണ് നിലവിലുള്ള രീതി. പ്രസാദം കഴിക്കുന്നതിനായി ഭക്തർ ഷർട്ട് ഊരിയിട്ടാണ് ഹാളിലേക്ക് പ്രവേശിക്കാറുള്ളത്. എന്നാൽ കുറച്ച് മാസങ്ങൾക്ക് മുൻപാണ് ഷർട്ട് ധരിച്ചുള്ള പ്രവേശനത്തിന് അനുമതി നൽകിയത്. ഇത്തരം പശ്ചാത്തലത്തിലാണ് ഉദ്ഘാടന പരിപാടിയുടെ ഭാഗമായി MLA ഹാളിൽ പ്രവേശിച്ചത് ശ്രദ്ധേയമാകുന്നത്. സംഭവം വിവിധ തലങ്ങളിൽ ചർച്ചകൾക്ക് ഇടയാക്കിയിട്ടുണ്ട്. ഗുരുവായൂർ ക്ഷേത്രത്തിലെ പാരമ്പര്യാചാരങ്ങളും അനുഷ്ഠാനങ്ങളും ക്രമേണ മറക്കപ്പെടുന്നുവെന്ന ആരോപണവുമായി ദേവസ്വം ഭരണ സംവിധാനത്തിനെതിരെ ശക്തമായ വിമർശനങ്ങൾ ഉയരുന്നു. കേരളത്തിലെ പ്രമുഖ തീർത്ഥാടന കേന്ദ്രമായ ഗുരുവായൂർ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ നാളുകളായി നിലനിൽക്കുന്ന ആചാരക്രമങ്ങളിൽ മാറ്റം വരുത്തുന്നതിനെതിരെ ഭക്തജനങ്ങളുടെയും ആചാര സംരക്ഷണ സമിതികളുടെയും പ്രതിഷേധമാണ് ശക്തമാകുന്നത്. ക്ഷേത്രഭരണ ചുമതലയുള്ള ഗുരുവായൂർ ദേവസ്വം പാരമ്പര്യാചാരങ്ങൾ കൃത്യമായി പാലിക്കുന്നതിൽ വീഴ്ച വരുത്തുകയാണെന്ന ആരോപണവും ഉയരുന്നു. പ്രസാദൂട്ട് നടക്കുന്ന അന്നലക്ഷ്മി ഹാൾ ഗുരുവായൂർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ക്രമങ്ങളിലാണ് ഏറ്റവും കൂടുതൽ വിമർശനമുയരുന്നത്. മുൻകാലങ്ങളിൽ കർശനമായി പാലിച്ചിരുന്ന പ്രവേശന രീതികളും വേഷച്ചട്ടങ്ങളിലും അടുത്തിടെ ഇളവുകൾ അനുവദിച്ചതായി ഭക്തർ ചൂണ്ടിക്കാട്ടുന്നു. ക്ഷേത്രത്തിന്റെ ആത്മീയ പാരമ്പര്യത്തിനും ആചാരശുദ്ധിക്കും ഇത്തരം തീരുമാനങ്ങൾ ദോഷകരമാണെന്നും ദേവസ്വം ഭരണസമിതി ഭക്തരുടെ വികാരം കണക്കിലെടുത്ത് വിഷയത്തിൽ വ്യക്തത വരുത്തണമെന്നും വിവിധ ഭക്ത സംഘടനകൾ ആവശ്യപ്പെടുന്നു. അതേസമയം മാറ്റങ്ങൾ ഭരണപരവും സൗകര്യപരവുമായ ആവശ്യങ്ങൾ മുൻനിർത്തിയാണ് എടുത്തതെന്ന നിലപാടാണ് ദേവസ്വം വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. നൂറ്റാണ്ടുകളായുള്ള ആചാര പാരമ്പര്യം സംരക്ഷിക്കപ്പെടണമെന്ന ആവശ്യം ശക്തമാകുന്നതിനിടെ ദേവസ്വം സ്വീകരിക്കുന്ന തീരുമാനങ്ങൾ ഇനി കൂടുതൽ സൂക്ഷ്മ പരിശോധനയ്ക്ക് വിധേയമാക്കുകയാണ്.